MA സൈക്കോളജി 1ാം വർഷമല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് 2 യൂണിറ്റ് 2-ൽ ബുദ്ധിയെപ്പറ്റി കുറേ തിയറികൾ പഠിക്കുന്നുണ്ടാവും അല്ലേ? അതിലെ ഒരെണ്ണം, അതായത് ബുദ്ധി എന്ന് പറഞ്ഞാൽ വെറുമൊരു IQ സ്കോർ മാത്രമല്ല, അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്, പല പല തലങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരാളാണ് JP ഗിൽഫേർഡ്. അദ്ദേഹത്തിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അഥവാ SOI സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ സ്കോർ വെച്ച് ബുദ്ധി അളക്കാൻ പറ്റില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഗിൽഫോർഡ് തുടങ്ങുന്നത്, അങ്ങനെയല്ലേ? അതെ അതെ. ഗിൽഫോർഡിന്റെ ഒരു പ്രധാന വ്യത്യാസം അതായിരുന്നു. സ്പിയർമാന്റെ ആ G ഫാക്ടർ, അതായത് ഒരൊറ്റ പൊതുവായ ഘടകം, അതിനെ അദ്ദേഹം അത്ര അംഗീകരിച്ചില്ല. അതുപോലെ തേഴ്സ്റ്റൺ പറഞ്ഞ കുറച്ചധികം പ്രാഥമിക കഴിവുകളുണ്ടല്ലോ, അതും പൂർണ്ണമല്ലെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞത് ബുദ്ധി എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരുപാട് കഴിവുകളുടെ ഒരു കൂട്ടായ്മയാണെന്നാണ്. ഒരാൾക്ക് കണക്കിൽ അത്ര മിടുക്കില്ലെങ്കിലും ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് മറ്റുള്ളവരുടെ മുഖഭാവം കണ്ടറിയാൻ ഒരു പ്രത്യേക കഴിവുണ്ടാവാം. ഇതൊക്കെ ബുദ്ധിയുടെ പല രൂപങ്ങളാണെന്ന് ഗിൽഫോർഡ് കരുതി. ഈ പല പല കഴിവുകളെയൊക്കെ ഒരു ചിട്ടയിലാക്കാൻ അല്ലേ, അതിനാണ് അദ്ദേഹം ഒരു ക്യൂബ് പോലെ ഒരു ത്രിമാണങ്ങളുള്ള ഒരു മോഡൽ കൊണ്ടുവന്നത്. തുടക്കത്തിൽ 120 എണ്ണം പറഞ്ഞു, പിന്നെ അത് 150 വരെയായി. ഓർക്കാൻ തന്നെ പാടാണല്ലോ. എങ്ങനെയാണ് ഈ 150 കഴിവുകളെ ആ ക്യൂബിൽ കൊണ്ടുവന്നത്? ആ ക്യൂബിന് 3 മുഖങ്ങൾ പോലെ 3 പ്രധാന മാനങ്ങൾ അഥവാ ഡൈമെൻഷൻസ് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, കണ്ടൻസ് അഥവാ ഉള്ളടക്കം. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ആ വിവരം ഏത് തരത്തിലുള്ളതാണ്. 2, ഓപ്പറേഷൻസ് അഥവാ പ്രവർത്തനങ്ങൾ. ആ വിവരം വെച്ച് നമ്മൾ എന്തു മാനസിക പ്രവർത്തനം നടത്തുന്നു. 3, പ്രോഡക്ട്സ് അഥവാ ഉൽപ്പന്നങ്ങൾ. ഈ ചിന്തയുടെയൊക്കെ ഫലമായിട്ട് എന്തു തരം ഔട്ട്പുട്ടാണ് ഉണ്ടാകുന്നത്. ശരി, അപ്പോൾ ഈ 3 മാനങ്ങൾ ചേർന്നാണ് ഓരോ പ്രത്യേക കഴിവും രൂപപ്പെടുന്നത്. ഗിൽഫോർഡ് അങ്ങനെയാണ് വാദിച്ചത്. കണ്ടൻസ്, ഓപ്പറേഷൻസ്, പ്രോഡക്ട്സ്. ഓക്കേ. അതായത് 5 തരം ഉള്ളടക്കം, 5 തരം പ്രവർത്തനം, പിന്നെ 6 തരം ഉൽപ്പന്നങ്ങൾ. 5 ഗുണം 5 ഗുണം 6, അതാണ് 150. 150 കഴിവുകൾ. കൊള്ളാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മാനം നോക്കാം. ഉള്ളടക്കം, കോണ്ടൻസ്. നമ്മൾ ചിന്തിക്കുന്ന ആ വിഷയം ഏതൊക്കെ തരം? 1, വിഷ്വൽ, അതായത് ചിത്രങ്ങൾ, കാണുന്ന രൂപങ്ങൾ. 2, ഓഡിറ്ററി, കേൾക്കുന്ന കാര്യങ്ങൾ, ശബ്ദങ്ങൾ. 3, സിംബോളിക്, ചിഹ്നങ്ങൾ, അക്കങ്ങൾ, നോട്ട്സ് ഒക്കെ പോലെ. ശരിക്കും അതിനൊരർത്ഥം നമ്മൾ കൊടുക്കുന്നതല്ലേ. 4-മത്തത് സിമാൻറ്റിക്, വാക്കുകൾ, ആശയങ്ങൾ, അർത്ഥം. 5-മത്തത് ബിഹേവിയറൽ, പെരുമാറ്റം, മറ്റുള്ളവരുടെ ഭാവങ്ങൾ, അവരുടെ ചിന്തകൾ, ഉദ്ദേശങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്നത്. ഈ ബിഹേവിയറൽ കണ്ടന്റ്, ഇത് രസമുണ്ട്. ഇത് ഒരുതരം സോഷ്യൽ ഇന്റലിജൻസ് പോലെയാണല്ലോ, അല്ലേ? തീർച്ചയായും. അത് ഗിൽഫോർഡിന്റെ ഒരു പ്രധാന കോൺട്രിബ്യൂഷനാണ്. സാമൂഹികമായ കഴിവുകളും ബുദ്ധിയുടെ ഭാഗമാണെന്ന് കണ്ടു. ശരി, അപ്പോൾ ഇനി ഈ വിവരങ്ങൾ വെച്ച് നമ്മൾ എന്തു ചെയ്യുന്നു? അതാണ് 2-മത്തെ മാനം, ഓപ്പറേഷൻസ് അഥവാ പ്രവർത്തനങ്ങൾ. ഇതും 5 തരമുണ്ട്. 1, കോഗ്നിഷൻ, കാര്യങ്ങൾ മനസ്സിലാക്കുക, അറിയുക, തിരിച്ചറിയുക, ബേസിക് ആയിട്ടുള്ള കാര്യം. 2, മെമ്മറി, ഓർമ്മ തന്നെ, വിവരങ്ങൾ ഓർത്തുവെക്കുക, പിന്നെ ആവശ്യത്തിന് എടുത്തുപയോഗിക്കുക. 3, ഡൈവേർജന്റ് പ്രൊഡക്ഷൻ, വിഭിന്നമായ ചിന്ത, അതായത് ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, ക്രിയേറ്റിവിറ്റിയുമായി ബന്ധമുള്ള ഒന്ന്. 4, കൺവേർജന്റ് പ്രൊഡക്ഷൻ, ഏകോപിത ചിന്ത, പല വിവരങ്ങളിൽ നിന്നും ശരിയായ ഒരൊറ്റ ഉത്തരത്തിലേക്ക് എത്തുന്നത്. 5-മത്തേത് ഇവാലുവേഷൻ, വിലയിരുത്തൽ, കിട്ടിയ വിവരങ്ങളെ താരതമ്യം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നത്. നല്ലതാണോ ചീത്തയാണോ, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിച്ചു? കണ്ടൻസ്. എന്തു ചെയ്തു? ഓപ്പറേഷൻസ്. എന്നായി. ഇനി അതിന്റെ ഫലം, പ്രോഡക്റ്റ്, എന്ത് രൂപത്തിൽ വരുന്നു? അതിന് 6 തരം പറഞ്ഞു അല്ലേ? 1, യൂണിറ്റ്, ഒരു ഒറ്റ ആശയം, ഒരു വാക്ക്, ഒരു ചിഹ്നം പോലെ. 2, ക്ലാസ്, വർഗം, ഒരേ സ്വഭാവമുള്ളവയെ ഒന്നായി കാണുന്നത്. 3, റിലേഷൻ, ബന്ധം, കാര്യങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തുന്നത്. 4, സിസ്റ്റം, വ്യവസ്ഥ, പല ഭാഗങ്ങൾ ചേർന്ന് ഒരു ഓർഗനൈസ്ഡ് ഘടന മനസ്സിലാക്കുന്നത്. 5, ട്രാൻസ്ഫോർമേഷൻ, മാറ്റം, ഉള്ള വിവരത്തെ പുതിയൊരു രീതിയിൽ കാണുക, അതിനൊന്ന് മാറ്റിമറിക്കുക. 6-മത്തേത് ഇംപ്ലിക്കേഷൻ, സൂചന, അതായത്
ഉള്ള വിവരത്തിൽ നിന്ന് അടുത്തത് എന്തു വരും എന്ന് ഊഹിക്കുന്നത്. ഒരു പ്രവചനം പോലെ. ഉദാഹരണത്തിന്, ഞാൻ കുറച്ച് വാക്കുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഉള്ളടക്കം സെമാൻറ്റിക് ആയിരിക്കും, പ്രവർത്തനം മെമ്മറി, ഉൽപ്പന്നം ഒരുപക്ഷേ യൂണിറ്റ്സ് ആകാം, ഓരോ വാക്കും. അല്ലെങ്കിൽ ആ വാക്കുകൾ ചേർന്നൊരു വാക്യം ഓർത്തെടുത്താൽ സിസ്റ്റമാകാം. അങ്ങനെ പല കോമ്പിനേഷനുകൾ വരാം. ശരിയാണ്, വളരെ കൃത്യമായി പറഞ്ഞു. ഈ മാതൃക കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര വിശദമാണല്ലേ. തേഴ്സ്റ്റിന്റെ സിദ്ധാന്തത്തെക്കാളൊക്കെ എത്രയോ സങ്കീർണമാണ്. പക്ഷെ ഇതിന് നല്ല വിമർശനങ്ങളും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാൻസ് ഐസൻകൊക്കെ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രധാന വിമർശനം എന്താണെന്ന് വെച്ചാൽ, ഗിൽഫോർഡ് ഈ പഠനങ്ങളൊക്കെ നടത്തിയ ഗ്രൂപ്പുകൾ അവർ താരതമ്യേന ബുദ്ധി കുറഞ്ഞ ആളുകളായിരുന്നു എന്നാണ് പറയുന്നത്. അത് ജി ഫാക്ടറിന്റെ പ്രാധാന്യം കുറച്ചു കാണിക്കാൻ കാരണമായി എന്നും ഒരു വാദമുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഉപയോഗിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയെക്കുറിച്ചും സംശയങ്ങൾ വന്നു. ഈ ഫാക്ടർ അനാലിസിസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു രീതിയുണ്ട്, ഓർത്തോഗണൽ റൊട്ടേഷൻ. അത് ഈ ഘടകങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് ആദ്യമേ അങ്ങ് തീരുമാനിക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ 150 ഘടകങ്ങൾ ശരിക്കും അത്ര വേറിട്ട് നിൽക്കുന്നതാണോ, അതോ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയുടെ ഒരു പ്രശ്നം കൊണ്ടാണോ ഇത്രയധികം എണ്ണം കിട്ടിയത് എന്നൊരു ചോദ്യം വന്നു. അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രായോഗിക പ്രശ്നം ഈ 150 കഴിവുകൾ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ ഉപദേശം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ജോലിക്ക് ആളെ എടുക്കുമ്പോൾ എങ്ങനെ പരിഗണിക്കും? ഓരോന്നിനും ടെസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ വലിയ പാടാണ്. ശരിയാണ്. ആ വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും ബുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ മാറ്റാൻ ഗിൽഫോർഡിന് സാധിച്ചു എന്നത് കാണാതെ പോകരുത്. അതായത്, ബുദ്ധിക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്, ഒരുപാട് തലങ്ങളുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നെ ഈ ക്രിയേറ്റിവിറ്റി, ഡൈവേർജന്റ് തിങ്കിങ്, ഈ കാര്യങ്ങളിലൊക്കെയുള്ള പഠനങ്ങൾക്ക് വലിയൊരു തുടക്കമിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. തീർച്ചയായും. ഗിൽഫോർഡ് ശരിക്കും ശ്രമിച്ചതെന്താ? മനുഷ്യന്റെ ഈ ബുദ്ധിപരമായ കഴിവുകളുടെ ഒരു സമ്പൂർണ്ണ മാപ്പ് ഉണ്ടാക്കാനാണ്. ആ ശ്രമം ഒരുപക്ഷെ മുഴുവനായി വിജയിച്ചില്ലായിരിക്കാം, ഈ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ബുദ്ധിയുടെ ഘടന എത്രത്തോളം സങ്കീർണമാകാം എന്ന് നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാൻ അതിന് കഴിഞ്ഞു. ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. നിങ്ങളിപ്പോൾ ഈ പോഡ്കാസ്റ്റ് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതായത് സെമാൻറ്റിക് കണ്ടന്റ്, കോഗ്നിഷൻ ഓപ്പറേഷൻ ഒരു സിസ്റ്റം പ്രോഡക്റ്റ് ആയിരിക്കാം വരുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പാചകക്കുറിപ്പ് നോക്കി ഉണ്ടാക്കുമ്പോൾ അവിടെ വിഷ്വൽ അല്ലെങ്കിൽ ബിഹേവിയറൽ കണ്ടന്റ് വരാം, കൺവേർജന്റ് അല്ലെങ്കിൽ ഡൈവേർജന്റ് ഓപ്പറേഷൻ നടക്കാം, ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഡക്റ്റ് ഉണ്ടാവാം. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഈ 15 ഘടകങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് ചിന്തിക്കുന്നത് അതൊരു രസമുള്ള കാര്യമല്ലേ? തീർച്ചയായും ഒരു പുതിയ കാഴ്ചപ്പാടാണത്. ഈ വിഷയത്തിലേക്ക് ഇത്രയും ആഴത്തിൽ നമ്മളോടൊപ്പം സംസാരിച്ചതിന് വളരെ നന്ദി.